45 മിനിറ്റ് സമയം നിങ്ങളുടെ മുടിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും അല്ല, മാസത്തിൽ 1-2 തവണ മാത്രം മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ കൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കിട്ടാൻ വേണ്ടി പോണത്. നിങ്ങളുടെ തലയിലെ താരനും ചൊറിച്ചലും മുടി കൊഴിച്ചലും മുടിക്ക് ഉള്ളില്ലാത്തതും മുടി വളരാത്തതും മുടിയിലെ ഡ്രൈനസ് സ്പ്ലിറ്റൻസ് അങ്ങനെ എല്ലാത്തിനും പൊതുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വരെ അവരുടെ മുടിയിൽ ഉപയോഗിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള അത്രയ്ക്കും സേഫായിട്ടുള്ള അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കുന്ന ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. മാസത്തിൽ 1 തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി മുടി നിങ്ങളുടെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടു കൂടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. ഇനി ഞാൻ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല, നമുക്ക് ഒട്ടും സമയം വൈകിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ കെയറിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തി മതി. ചെമ്പരത്തി നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിലും തൊട്ടപ്പുറത്തെ വീട്ടിലെങ്കിലും തീർച്ചയായിട്ടും ചെമ്പരത്തി ഇല്ലാത്ത നാടുണ്ടാവില്ല, വീടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ചെമ്പരത്തി ഞാൻ 2-3 ദിവസം കൊണ്ട്, 2-3 ദിവസമല്ല, ഒരു 4 ദിവസം ആയി കാണും ഞാൻ ഇത് എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് ചെമ്പരത്തി കിട്ടും, അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. പിന്നെയും പിറ്റേ ദിവസം ഞാൻ ഇതേപോലെ ശേഖരിക്കും, വീണ്ടും ഫ്രിഡ്ജിൽ. അങ്ങനെ എടുത്തെടുത്ത് വെച്ച ഒരു 3-4 ദിവസത്തെ ചെമ്പരത്തിയാണ് കേട്ടോ. നമ്മുടെ ചെമ്പരത്തിയൊക്കെ വാടിയാലും കളയാൻ പാടില്ല എന്നാണ്, അത്രയ്ക്കും ഗുണമാണ് നമ്മുടെ ചെമ്പരത്തിക്കുള്ളത്. ഇനിയിപ്പോൾ പൂ തന്നെ വേണമെന്നില്ല, എനിക്ക് പൂ നിറയെ കിട്ടിയത് കൊണ്ട് ഞാൻ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നു. പൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ ഇല തന്നെ എടുക്കാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് കിട്ടിയത് കൊണ്ട് ഞാൻ ഇന്ന് ഇല എടുക്കണില്ല, പൂ മാത്രം വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോണത്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ അലോവേരയാണ്, കറ്റാർ വാഴ. നമ്മുടെ വീട്ടിലുള്ള അലോവേര തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് എടുക്കണം. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അലോവേര സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ല് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. കറ്റാർ വാഴ മാക്സിമം നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് എടുക്കുക. അത് ഞാനൊരു വലിയ തണ്ടോളം മുറിച്ചെടുത്ത് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് മാത്രം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് അങ്ങനെ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇതിൽ തരികളും അതിൻ്റെ ഒരു ചണ്ടികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ നമ്മുടെ പഴയ പോളിസ്റ്ററിൻ്റെ ഷോൾ ഉണ്ടാവുമല്ലോ, അതിമേ ഒഴിച്ച് നന്നായിട്ട് ഇത് അരിച്ചെടുക്കുക. അപ്പോൾ ആ ലിക്വിഡ് മാതിരി ആ പേസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും, അതിൻ്റെ തരികളൊന്നും തന്നെ കാണില്ല. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം അറിയാൻ വേണ്ടി പറ്റുമല്ലോ. ഇനി നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് വെച്ചിട്ടാണ് നമ്മുടെ മുടിയിൽ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് വെക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇത്ര മാത്രം. നിങ്ങളുടെ തലയിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, സ്കാൽപ്പിലും മുടിയിലും. അരമണിക്കൂറിന് ശേഷം നിങ്ങളുടെ മുടി ആദ്യമേ തന്നെ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്ത് വെച്ച ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ ഒഴിച്ചു കൊടുത്ത് നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലപോലെ വെറുതെ പച്ചവെള്ളത്തിൽ, നിങ്ങൾ ഷാമ്പു ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നല്ലപോലെ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ വൃത്തിക്ക് നിങ്ങൾ മുടി കഴുകിയെടുക്കുക. നമ്മുടെ ഹെയർ പാക്കിൻ്റെ ഒരു തരി പോലും നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും പറ്റിപ്പിടിക്കില്ല. എന്നാലും നല്ലപോലെ വെള്ളം ഒഴിച്ച് നിങ്ങൾ മുടി കഴുകിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ തലയിലെ താരനും ചൊറിച്ചലും മുടി കൊഴിച്ചലും മുടിയില്ലാത്തതും മുടിക്ക് ഉള്ളില്ലാത്തതും മുടി വളരാത്തതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. 100% വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയർ രീതിയും കൂടിയാണ്. അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ മുടി കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും മുടിയിൽ ആ ഒരു സോഫ്റ്റ്നെസ്സും മുടിയിൽ ആ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ മുടിയിൽ കാണാനും പറ്റും. നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്തിരിക്കണ എൻ്റെ ഒരു മുടിയുടെ റിസൾട്ടും കൂടി ഞാൻ കാണിക്കുകയാണ്, രാത്രിത്തെ ഹെയർ കെയറും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള ഷാമ്പൂ നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഷാമ്പൂ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷാമ്പൂ ഹെയർ പാക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ മുടിയിൽ രാത്രി ചെയ്യേണ്ട ഇന്നത്തെ എൻ്റെ ഹെയർ കെയർ ആസ് യൂഷ്വൽ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ റോസ്മേരിയുടെ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ,
ഒരേ ഭാഗത്ത് വാച്ചിലെടുത്ത് നെറ്റിയുടെ ഈ ഒരു ഭാഗത്ത് നടുഭാഗത്ത് എനിക്ക് മുടി ചെറുതായിട്ട് കുറയുന്നത് പോലെ ഫീലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ ഞാനിത് ചെയ്യാണ്. അപ്പോൾ ടോട്ടലായിട്ട് എല്ലായിടത്തും നെറ്റിയുടെ സൈഡിൽ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, നെറ്റിയുടെ സൈഡിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് മുടി കെട്ടി വെക്കുകയാണ്. നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർ ഗ്രോത്ത് നിങ്ങളുടെ സ്കാൽപ്പിൽ വേണം, മുടിക്ക് ഉള്ളു കൂടണം, മുടിക്ക് തിക്നെസ് വരണം, മുടിക്ക് ലെങ്ത്ത് വെക്കണം, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് നിങ്ങളുടെ സ്കാൽപ്പ് മുഴുവനായിട്ടും തന്നെ ടോണേഴ്സ് രാത്രികളിൽ ഉപയോഗിക്കാം. അതിപ്പോൾ റോസ്മേരി തന്നെ വേണമെന്നില്ല, ഉലുവട വെള്ളം ഉപയോഗിക്കാം, തേയില വെള്ളം ഉപയോഗിക്കാം, നമ്മുടെ കറി ലീഫ്, നമ്മുടെ കറിവേപ്പിലയുടെ വെള്ളം ഉപയോഗിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ടോണേഴ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും, ഞാനിപ്പോൾ റോസ്മേരി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് റെഗുലറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മൾ രാത്രികളിൽ ഇങ്ങനെയുള്ള ഹെയർ കെയർ ചെയ്യുന്നത് അത് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ടോണേഴ്സ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി എങ്ങനെയാണോ മുടി കെട്ടി വെക്കണത് ആ ഒരു രീതിയിൽ മുടി കെട്ടി വെക്കാം. ജസ്റ്റ് ഒരു മസാജും കൂടെ നിങ്ങളുടെ സ്കാൽപ്പിന് കൊടുക്കുക. എപ്പോഴും മുടി കെട്ടി വെക്കണത് ഞാൻ കാണിക്കണ്ടെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.